സന്ദീപ് നമസ്കാരം. നമസ്കാരം. ചേട്ടിപ്പോൾ വഖഫ് ബില്ല് പാസ്സായതിനു ശേഷം സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാവരും വലിയ രീതിയിലൊരു പ്രചരണം നടത്തുന്നുണ്ട്. ഇതുകൊണ്ട് മുനമ്പൻ ജനതയ്ക്ക് യാതൊരുവിധ പ്രയോജനമില്ല എന്നുള്ളത് എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ? അല്ല, ഇത്രയും കാലം പ്രതിപക്ഷവും CPM ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വഖഫ് വിഷയമേ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിപ്പോൾ മലക്കം പറഞ്ഞോ? അപ്പോൾ ഇതൊരു വഖഫ് വിഷയമായി അവർ സമ്മതിച്ചോ? സ്വാഭാവികമാണ്. ഇത് രാജ്യത്ത് കഴിഞ്ഞ 75 വർഷക്കാലമായി നിലനിന്നിരുന്ന ഒരു അനീതി, ആ അനീതിക്കെതിരെ അതിനിരയായ ആൾക്കാർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടപ്പായി. അപ്പോൾ സ്വാഭാവികമായും പഴയ നിയമത്തിൻ്റെ ഇരകളാക്കപ്പെട്ടവർക്ക് പുതിയ നിയമത്തിനനുസരിച്ച് നിയമം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമാണ് അല്പം കൂടി കാലതാമസമെടുക്കും. കാരണം കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. ആ കേസിൽ ഒരു വിധി വരിക എന്ന ഒരു സാങ്കേതികമായ കാലതാമസം ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. അല്ലാതെ അതുകൊണ്ട് ഇത് മുനമ്പം നിവാസികൾക്ക് നീതി കിട്ടില്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് നീതി കിട്ടാൻ പോകുന്നത്. ഏറ്റവും ഡയറക്റ്റായിട്ടുള്ള കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ അവർക്കാണ് ഇതിൽ നീതി കിട്ടുക. അല്ല, ഇത് ഇത്ര കാലവും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കുപ്രചരണം എന്നതിനപ്പുറത്തേക്ക് മറുപടി പോലും അർഹിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ക്രൈസ്തവ സമൂഹം ഈ അടുത്ത കാലത്ത് BJPയോട് ഒരുപാട് അടുക്കുന്നുണ്ട്. ഇത് BJP വലിയ രീതിയിൽ വർഗീയമായിട്ട് മുതലെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ നിരവധി ക്രൈസ്തവ കുടുംബങ്ങൾ BJP അംഗത്വം എടുത്തു കഴിഞ്ഞ ദിവസങ്ങൾ. ഇനിയും ഒരു 300ഓളം കുടുംബങ്ങൾ എടുക്കാൻ നിൽക്കുന്നു. എന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ക്രൈസ്തവർ BJPയുടെ ഒരു വലിയൊരു സ്നേഹവും അടുപ്പവും തോന്നാനുള്ള കാരണം എന്താണ്? അല്ല, ഇത്ര കാലവും ക്രൈസ്തവരും BJPയും തമ്മിൽ ശത്രുതയായിരുന്നു. അതായിരുന്നു വർഗീയത. ഇപ്പം അടുക്കുന്നതും വർഗീയതയാണോ? ഇതിലേതാ വർഗീയത? ഇത് നമ്മുടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കോൺഗ്രസും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. BJPയുടെ വർഗീയ മുതൽ അല്ല, അവരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത്ര കാലവും ക്രിസ്ത്യാനികളും BJPയും തമ്മിൽ അകൽച്ചയിലായിരുന്നു. കാരണം എന്താ? BJP വർഗീയതയായിരുന്നു. ഇപ്പോൾ അവരിങ്ങോട്ട് അടുക്കുമ്പോൾ അതും വർഗീയത. അപ്പോൾ ഇതിൽ ഏതാ വർഗീയത എന്ന് ആദ്യം അവർ തീരുമാനിക്കട്ടെ. BJPക്ക് അന്നും ഇന്നും ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ. ഞങ്ങൾക്ക് ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി. അല്ലാതെ നമ്മൾക്ക് ഒരു വർഗീയ നിലപാടും സ്വീകരിക്കുന്ന പാർട്ടി അല്ല. ആർക്കാണോ ഈ രാജ്യത്ത് നീതി നിഷേധിക്കപ്പെടുന്നത് അവർക്ക് നീതി കിട്ടണം. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. രാജ്യത്ത് താമസിക്കുന്ന എല്ലാ പൗരന്മാരും ഭരണഘടനയ്ക്ക് മുൻപാകെ തുല്യരാണ്. അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന മൗലികമായ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന അതൊക്കെയാണ്. അപ്പോൾ അത് ഉറപ്പുവരുത്തുക എന്നതാണ് ഒരു ഭരണകക്ഷി എന്ന നിലയിലായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും BJPയുടെ പരമമായ ധർമ്മം അതാണ്. അതിനനുസരിച്ചാണ് BJP പ്രവർത്തിക്കുന്നത്. പിന്നെ താരാതരം പോലെ കാലാകാലങ്ങളായി ഇവർ നിലപാട് മാറ്റുന്നതനുസരിച്ച് BJPക്ക് നിലപാട് മാറ്റാൻ സാധ്യമല്ല. BJPയുടെ നിലപാട് 980 മുതൽ അല്ലെങ്കിൽ അതിനുമപ്പുറത്ത് ജനസംഖ്യ കാലഘട്ടം മുതൽ ഒന്ന് തന്നെയുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവരോടും ഒരേപോലെയാണ്. അല്ലാതെ BJPക്കെതിരെ CPM എന്ന് പറയുന്നു, കോൺഗ്രസ് എന്ന് പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങളുടെ നിലപാടുകൾ. നമ്മളുടെ നിലപാടുകൾ എന്നും ഒന്നാണ്. അതെല്ലാവരെയും തുല്യമായി കാണുന്നതാണ്, എല്ലാവരോടും തുല്യ നീതി പുലർത്തുന്നതുമാണ്. കേരളത്തിൽ 53,000-ഓളം പ്രോപ്പർട്ടികൾ വഖഫിൻ്റെതാണെന്നുള്ള രീതിയിലേക്കുള്ളൊരു അവരൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അവരുടെ സൈറ്റിലൊക്കെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഇത് മുനമ്പത്തെ ഒരു പ്രശ്നം മാത്രമായിട്ട് ഇത് അവസാനിക്കും, അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇത് കൂടുതൽ ഇതുപോലെ വിഷയങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങുമോ? അല്ല, തീർച്ചയായും ഇത് മുനമ്പത്തെ മാത്രം ഒരു വിഷയമല്ലല്ലോ. കാരണം ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ആരാണ് ഏറ്റവും സിംഗിൾ ലാർജസ്റ്റ് ഓണർ പ്രൈവറ്റ് മേഖലയിലെ എന്ന് ചോദിച്ചാൽ വഖഫ് ബോർഡാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു എൻറ്റിറ്റി എന്നുള്ളത് വഖഫ് ബോർഡാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ 90% ഭൂമികളും കേസുകളിലാണ്. രാജ്യത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 73,000-ഓളം കേസുകൾ വഖഫ് ബോർഡിന് എതിരായി പലവരും കൊടുത്തിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മാത്രമല്ല, മുസ്ലിങ്ങൾ കൊടുത്തിട്ടുണ്ട് വഖഫ് ബോർഡിനെതിരെ കേസുകൾ. കാര്യം ഈ ഭൂമി എന്നുള്ളത് അനധികൃതമായി കൈയടക്കുകയും അങ്ങനെ കൈയടക്കിയ ഭൂമി യാതൊരു പ്രൊഡക്ടിവിറ്റിയും ഇല്ലാതെ, അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഏകദേശം 1.25 ലക്ഷം ഏക്കർ ഭൂമി എന്തുവാണ് വഖഫിൻ്റെ കൈവശമുള്ളത്. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് കഴിഞ്ഞ 10 വർഷം എടുത്താൽ 10 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അതിൽ നിന്നുള്ള ആദായം എന്നുള്ളത് വെറും 10 കോടി രൂപയാണ്. അപ്പോൾ ഇത്രയേറെ ഭൂമി അനാഥമായി ആർക്കും വേണ്ടാതെ തരിശായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ നിരവധി ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഒരു മതത്തിൻ്റെ ഇഷ്യൂ ഇല്ല. കാരണം ഇത് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ഈ ലോകത്ത് ജനിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യം എന്നുള്ളത് ഒരു തുണ്ട് ഭൂമിയാണ്. അവനൊരു കിടപ്പാടം വെക്കാൻ, അവന് ചവിട്ടി നിൽക്കാൻ, അവന് തല ചായ്ക്കാൻ അല്പം ഭൂമി എന്നുള്ളത് ഏവരുടെയും മൗലിക അവകാശമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെ നിഷേധിക്കുക എന്നുള്ളത് മൗലിക അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മാനുഷിക പ്രശ്നമാണ്. കോടിക്കണക്കിന് മനുഷ്യരെ സ്വാധീനിക്കുന്ന, അവരെ ബാധിക്കുന്ന ഒരു മാനുഷിക പ്രശ്നം എന്ന നിലയിലാണ് BJP ഇതിനെ കാണുന്നത്.
അതിന് കഴിഞ്ഞ കുറേ കാലങ്ങളായി, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കോൺഗ്രസ് അതിന് ചൂട് പിടിച്ചിരുന്നു, അല്ലെങ്കിൽ അതിന് കൂടെ പിടിച്ചിരുന്നു. കോൺഗ്രസ് ഇത്ര കാലവും ഇങ്ങനൊരു നിയമം ഈ നാട്ടിലുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവരുന്നതിന് മുൻപ് രാജ്യത്ത് ഇങ്ങനൊരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു നിയമമുണ്ടെന്ന് സാധാരണ മനുഷ്യന് അറിയില്ല. അപ്പോൾ ഇത്ര കാലവും കോടിക്കണക്കിന് മനുഷ്യരെ ഇവർ വഞ്ചിക്കുകയായിരുന്നു. ആ വഞ്ചന അനുഭവിച്ചതോടൊപ്പം BJP നിൽക്കുമ്പോൾ അതിനെ നിങ്ങൾ പുരപ്പുറത്ത് കയറി കരഞ്ഞിട്ട് കഥയില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിത് ചെയ്യാമായിരുന്നല്ലോ. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 65 വർഷം ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ? അവർക്ക് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാമായിരുന്നല്ലോ. അവർ ഭേദഗതി കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, അവർ കൊണ്ടുവന്ന എല്ലാ ഭേദഗതിയും അടിസ്ഥാന അവകാശങ്ങളെ ഹനിക്കുന്നതായിരുന്നു, മൗലിക അവകാശങ്ങളെ നിഷേധിക്കുന്നതായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് BJPയുടെ നീക്കം, അല്ലെങ്കിൽ BJP പടപൊരുതുന്നത്. അങ്ങനെ എവിടെയൊക്കെ മനുഷ്യന് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെയൊപ്പം BJP ഉണ്ടാകും. അവസാനമായിട്ട് കേരളത്തിൽ CPM അല്ല, രാജ്യത്ത് CPM-ഉം കോൺഗ്രസും അല്ലെങ്കിൽ രാജ്യത്തെ ഇവർക്കൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ സംഘടനകൾ എല്ലാവരും തന്നെ ഈ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുന്നോടിയായിട്ടും അതിനുശേഷവും 1% പോലും ഇതിൽ പിന്നോട്ട് പോകാതെ വഖഫ് ബോർഡിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ ആർക്കൊപ്പമാണ്? അവരുടെ ലക്ഷ്യം എന്താണ്? ഇത് തന്നെയാണ് രാജ്യം ചോദിക്കുന്നത്. നിങ്ങൾ ആർക്കൊപ്പമാണ്? നിങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവർക്കൊപ്പമാണോ, ഇരകളാക്കപ്പെടുന്നവർക്കൊപ്പമാണോ, അതോ വേട്ടക്കാർക്കൊപ്പമാണോ? ഇതല്ലേ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുവരുന്നത്. ഇവർ എന്തൊക്കെയായിരുന്നു? നോട്ട് നിരോധന സമയത്ത് ഇവർ ആർക്കൊപ്പമായിരുന്നു? CAA വിഷയത്തിൽ ഇവർ ആർക്കൊപ്പമായിരുന്നു? എന്തായിരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ എന്തായിരുന്നു രാജ്യത്ത് നടന്ന കലാപം? എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു? എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് രാജ്യത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പൗരത്വം ഹനിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന് പൗരത്വം ഇല്ലാതെയായിട്ടുണ്ടോ BJP കൊണ്ടോ നിയമം കൊണ്ട്? അപ്പോൾ ഇവർ നടത്തുന്നതൊക്കെ തെറ്റായ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറേ പ്രക്ഷോഭങ്ങളാണ്. കാര്യം നരേന്ദ്രമോദി സർക്കാരിനെതിരെ കഴിഞ്ഞ 11 വർഷമായി അവർക്ക് പറയാനൊന്നുമില്ല. ഭരണത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയാനില്ല, ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയാനില്ല. അവർക്കാകെ പറയാനുള്ളത് ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ അത് ഒരു വിഭാഗത്തിനെതിരെയാണെന്ന് വരുത്തി തീർക്കുക. CAA വന്നപ്പോഴെന്താണ് പറഞ്ഞത്? ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് പൗരത്വം നൽകാൻ കൊണ്ടുവന്ന ഒരു നിയമത്തെ പൗരത്വം ഹനിക്കാനുള്ള നിയമമായി ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് രാജ്യം മുഴുവൻ വലിയ കലാപം അഴിച്ചുവിട്ടു. ദില്ലിയിൽ വലിയ കലാപം ഉണ്ടായില്ലേ? ഇപ്പോൾ ബംഗാളിൽ മുർഷിദാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തനിപ്പകർപ്പാണ്. ഇത് തന്നെയാണ് CAA ഭരണകാലത്തോ CAAയുടെ കാലഘട്ടത്തിലും ഉണ്ടായത്. അപ്പോൾ ഇവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇവർക്ക് മറ്റ് വിഷയങ്ങളൊന്നുമില്ല. ഇവർ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ പറ്റുമോ? വർഗീയ ലഹള ഉണ്ടാക്കാൻ പറ്റുമോ? മതസ്പർദ്ധ ഉണ്ടാക്കി നരേന്ദ്രമോദിക്കെതിരെ, ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കലാപം അഴിച്ചുവിടാൻ പറ്റുമോ എന്നാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയമായി നേരിടാൻ, രാഷ്ട്രീയത്തിന്റെ മെറിറ്റ് പറഞ്ഞ് BJPയെ ഏതെങ്കിലും ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കാനുള്ള തന്റെ ഇടം, അതിനുള്ള അവസരം ഇവർക്കില്ല. സ്വാഭാവികമായി വർഗീയതയെ കൂട്ടുപിടിക്കുന്ന കലാപത്തിൽ രാഹുൽ ഗാന്ധി പോലും സംസാരിച്ചിട്ടില്ല, ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. ആരും സംസാരിക്കുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകര്, ഭരണഘടനാ സംരക്ഷണം, നിയമപാലകര്, നിയമസംഹിത, ഇവയൊക്കെ ഏകപക്ഷീയമാണ്. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാൽ മാത്രമാണ് ചിലരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക. മറ്റ് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടാലും ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടാലും അവർക്ക് കണ്ണുനീരില്ല. അപ്പോൾ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നതിനാണ് BJP എതിർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പാണ് ഇവിടെയുള്ളത്. മുർഷിദാബാദ് ജില്ലയിൽ രാഷ്ട്രീയം പറഞ്ഞാൽ കൊല്ലപ്പെട്ടത് CPIM-കാരാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. മനുഷ്യരാണ് അവർ കൊല്ലപ്പെട്ടത്. ഈ രാജ്യത്ത് നിന്ന് ഒരു വിഭാഗം ജനങ്ങളെ പലായനം ചെയ്യാൻ നിർബന്ധിതമാക്കുകയാണ് മമതയുടെ ഭരണത്തിന് കീഴിൽ. അതിന് കൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ്, അവരുടെ ഘടകകക്ഷിയാണ്. ഇപ്പം എങ്ങനെയാണ് രാഹുലിനവിടെ പോകാൻ പറ്റുന്നത്? CPIM മിണ്ടിയിട്ടുണ്ടോ? അവർ 36 വർഷം ഭരിച്ചൊരു നാടല്ലേ. ആ നാട്ടിൽ 2 നിരപരാധികളായ മനുഷ്യരെ എന്തിൻ്റെയോ പേരിൽ, അവരെ ബാധിക്കാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ തെരുവിൽ കലാപം അഴിച്ചുവിട്ട 2 പേരെ കൊന്നിട്ട് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് മിണ്ടാട്ടമുണ്ടോ? ബംഗാൾ ഘടകത്തിന് മിണ്ടാട്ടമുണ്ടോ? കേരളത്തിൽ അങ്ങ് ആമസോണിൽ തീ പിടിച്ചാൽ പോലും, ആമസോൺ കാടുകൾക്ക് തീ പിടിച്ചാൽ പോലും പ്രതിഷേധ പ്രകടനം നടത്തുന്ന DYFI എവിടെ പോയി? അപ്പോൾ ഇവർക്കൊന്നും ഇക്കാര്യത്തിൽ യാതൊരു വിധമായ നിലപാടുകളുമില്ല. മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് കാര്യങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന സംഘടിതമായ കലാപശ്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. അതിനെ എന്തായാലും ഉരുക്ക് മുഷ്ടി കൊണ്ട് തന്നെ നേരിടും. ഈ രാജ്യത്ത് കലാപം അനുവദിക്കാനൊന്നും BJP തയ്യാറല്ല.